4-ാമത്തെ വർഷം നമുക്ക് തോന്നാം ഇത് നമുക്കിപ്പോൾ ഇന്ന് വിളിച്ചു പറയാന്ന്. പിന്നെ എന്താണ് അവിടെ ഒരു വാല്യൂ ഉള്ളത്? ഇത്രയും ആളുകൾ പറയും 4 വർഷം നിങ്ങൾ അത് എൻജോയ് ചെയ്തില്ലേ എന്ന് ചോദിക്കും. ഈ ഏട്ടൻ ഫിഗർ ഒക്കെ കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, നമ്മൾ ഓക്കെ ഇതെന്റെ ഏട്ടനെ പോലുള്ള ഒരാളാണ്, ഇയാൾ ഒരിക്കലും എൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. എന്നെ ഒരാൾ കയറി പിടിച്ചു, അത് സാധാരണ ഒരാൾ കയറി പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ അടിക്കും. പക്ഷെ ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാൾ കയറി പിടിച്ചാൽ ചിലപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റില്ല. എന്നെ ഒരാൾ കയറി പിടിക്കാൻ വന്നപ്പോൾ ഞാൻ സ്റ്റക്കായി. പക്ഷെ പിന്നീട് അയാൾ അഗൈൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ശബ്ദത്തിന് ഇത്രേ പ്രാധാന്യം വന്നിട്ടുണ്ടായിരുന്നിരിക്കുള്ളൂ. പക്ഷെ ഇന്ന് ആ കാര്യങ്ങൾ, അത് മാത്രമല്ല ഇങ്ങനത്തെ സെക്ടേഴ്സിലുള്ള ഇതേ രീതിയിലുള്ള പല കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും കയറി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എല്ലാ പഴികളും ഞാനാണ് കേൾക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞില്ല? എന്താ പറയുക, യൂറിൻ പിടിച്ചു വെക്കുക എന്നുള്ളത് ഫിസിക്കലിയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതന്ന് എനിക്ക് പറയാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ കാര്യമല്ല ആൾക്കാർ കേട്ടത്. വേറെ രീതിയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തു പോയി. ഞാൻ ഏതോ നടന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി. ആ സമയത്ത് പോലും ഞാൻ ഇറങ്ങി ഓടുകയാണെന്ന് കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടാണ് ഇറങ്ങി ഓടുന്നതെന്ന് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും വലിയൊരു അപകടം പറ്റി ഞാൻ അത് വലിയ രീതിയിലേക്ക് ഒരു പ്രശ്നമായാൽ മാത്രമായിരിക്കും ചിലപ്പോൾ അതൊരു ചർച്ചയാവുക. നീ ആ സിനിമ കണ്ടു നോക്കിയാൽ മമ്മൂക്കയുടെ ഒരു കൈ എപ്പോഴും വാളിന്റെ മുകളിലാണ്. വാള് ഇവിടെ ഇങ്ങനെ ഒരു വാള് വെച്ചിട്ടുണ്ടാവും. കാരണം പുള്ളിക്ക് ഈ കൈ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ആ സമയത്ത് വലിയ ഐഡിയ ഇല്ല. എന്റെ അടുത്ത് ആ പുള്ളി പറഞ്ഞതാണ്. പിന്നീട് പുള്ളി ബെറ്റർ ആയി. അപ്പം പുള്ളി അത്രയും പുള്ളിയുടെ മുകളിൽ ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി അത്രയും പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടെയുള്ളത് മറീന മൈക്കിളാണ്. നമസ്കാരം. ഹായ്, താങ്ക് യു. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കും. അപ്പൊ മറീനെ കാണുമ്പോൾ ഇപ്പോൾ കൂടുതലും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു പിക്കൊക്കെ നോക്കുമ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത കുറെ പിക്കൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ വീണ്ടും പഴയ മുടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതെന്തായിരുന്നു പെട്ടെന്ന് അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തു, വെട്ടി, ക്രോപ്പ് ചെയ്തു, പിന്നെ വളർന്നതാണിത്? ഇല്ല, വെറുതെ ഒരു ചേഞ്ചിന് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർ കളർ ചെയ്യും, ചിലർ അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പൊ എന്റെ മുടിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. അങ്ങനെ ഒരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുടി കാരണം ചില റോളുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഒരു ലുക്കിനെ ഭയങ്കരമായിട്ട് ആ സമയത്ത് എനിക്ക് തന്നെ ഇതൊരു പ്രശ്നമാണോ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് സമയം ഉണ്ടായിരുന്നു. അതെ. ഞാൻ മുടി അതായത് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പടങ്ങൾ ചെയ്തു, 2-3 പടങ്ങൾ ചെയ്തു. അപ്പം ചില ക്യാരക്ടേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ കേളി ഹെയർ ആയതുകൊണ്ട് ചിലതിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ കാസ്റ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്ട്രെയിറ്റ് ഹെയർ ആകുമ്പോൾ വേറൊരു ലുക്ക് തന്നെയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഐഡന്റിറ്റിയും കൂടി തന്നെയല്ലേ? അതെ, ഐഡന്റിറ്റി. യെസ്, പിന്നെ ഐഡന്റിറ്റി ബേസിക്കലി നമ്മളെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആൾക്കാരെ നോട്ട് ചെയ്യുമ്പോൾ യെസ്, ഫസ്റ്റ് ഇതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതായത് വരുന്നത് മോഡലിംഗിലൂടെയായിരുന്നു. അതെ, സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പൊ പലരും ശ്രമിക്കുന്നതും മോഡലിംഗിലൂടെ സിനിമയിലേക്ക് എത്താമെന്ന് കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ കോഴിക്കോട് നിന്ന് വരുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് മോഡലിംഗും അതിലൂടെ സിനിമയും അത് എത്രത്തോളം എളുപ്പമായിരുന്നു? എനിക്ക് കുറച്ച് ഈസി തന്നെയായിരുന്നു മോഡലിംഗിൽ വരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആദ്യം മിസ് മലബാർ എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റിൽ പങ്കെടുത്തു. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓഡിഷൻ വഴി പങ്കെടുക്കാവുന്നതാണ്. ഡാലു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ആളാണത് ലീഡ് ചെയ്തിരുന്നത്. അപ്പം ആ ആൾ വഴി ഞാൻ ഓഡിഷനിൽ നിന്നായി, ഗ്രൂമിങ് ചെയ്തു. ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കിട്ടി. അപ്പോൾ ആ സമയത്ത് ആ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ മേജർ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് ആ ഷോ കണ്ടിരുന്നു. അങ്ങനെ അവരെൻ്റെ നമ്പർ എടുത്തിട്ട് ആഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ വിളിച്ചു. ഇങ്ങനെയാണ് ഞാൻ മോഡലിംഗിലേക്ക് എത്തുന്നത്, വിച്ച് ഇസ് വെരി ഈസി. പിന്നെ നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാമറമാൻ ആയിട്ട് വരുന്ന ആളോ അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ സിനിമയിലേക്കുള്ളൊരു പാത്തും കുറച്ച് ഈസി ആയിട്ട് തന്നെ ഞാൻ വന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ കോഴിക്കോടാണ്, കൊച്ചിയിൽ ഷൂട്ട് നടക്കുന്നു, ട്രിവാൻഡ്രം ഷൂട്ട് നടക്കുന്നു. അപ്പൊ ഈ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ? തലേ ദിവസം വിളിച്ച് നാളെ രാവിലെ ഷൂട്ടാന്ന് പറയാം. അതൊക്കെ പിന്നെ പാർട്ട് ഓഫ് ദ ജോബ് എന്നുള്ള രീതിയിലാണ്. അത് എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ എത്തേണ്ട ഒരു പോയിന്റ് ആണ്. അല്ലാതെ സിനിമയിലേക്ക് അല്ലെങ്കിൽ മോഡലിംഗിലേക്ക് വരേണ്ട ഒരു ജേർണി വളരെ ഈസി ആയിരുന്നു മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ സംസാര ആരോഗ്യത്തിന് ഹാനികരമെന്നതാണ് ഫസ്റ്റ് സിനിമ. പക്ഷെ എനിക്ക് തോന്നുന്നു എബിയിലൂടെയാണ് ആളുകൾ നോട്ടീസ് ചെയ്യുന്നത്, എബിയിലൂടെയാണ് നായികയായിട്ട് എത്തുന്നത്. എബിയിലെ ആ ക്യാരക്ടർ ഇപ്പോഴും പറയുമ്പോഴൊക്കെയും ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കഥാപാത്രം. അതെ, ഞാൻ എബി ചെയ്യുന്നതിന് മുമ്പ് മുംബൈ ടാക്സി എന്ന് പറഞ്ഞ സിനിമയിലാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് ബാലാജി മോഹൻ സാറിന്റെ സംസാരം ആരോഗ്യത്തിന് ഹാനികരം, പുള്ളി മാരി എന്ന് പറഞ്ഞ വലിയ ഹിറ്റ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ദുൽഖറിന്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ ഒരു ക്യാമിയോ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ചെറിയ റോളുകളിൽ നിന്നും ത്രൂ ഔട്ട് വലിയൊരു ക്യാരക്ടർ, അതായത് സെൻട്രൽ ക്യാരക്ടർ റോൾ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈവൻ മുംബൈ ടാക്സി പോലും പ്രൊമോഷൻസ് പോയിരുന്നത് ബാദുഷ, പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ബാദുഷ അവനെ റീലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഒരു ഫോക്കസ് അങ്ങടേക്കായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ച് എബി വരുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ പുതിയതായിട്ട് വരുന്ന ഒരാൾ എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസും ക്യാരക്ടർ അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വളരെ എൻജോയ് ചെയ്ത്, വളരെ എന്താ പറയാ, ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ് എബി. അതുകൊണ്ടാണ് അത് എപ്പോഴും സ്പെഷ്യൽ. അതുപോലെ ഈ പക്ഷെ അതൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം ഈ അമർ അക്ബർ അന്തോണിയില് അവിടെ ഒരു പാട്ടുണ്ട്, ഇന്ദ്രയത്താണ്ട് ഒരു പാട്ടുണ്ട്. ആ പാട്ടില് മെറീന ഉണ്ട്, ആ പാട്ട് പാടിക്കുന്നത് മെറീനയാണ്. ശരിക്കും അത് ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു സീൻ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ പാട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പാടുമ്പോൾ വളരെ വേഗം ഓർമ്മ, ചെറിയൊരു ഓർമ്മ എനിക്ക് അതിനെ പറ്റിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ പകുതി കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ടെൻഷൻ അടിച്ചിട്ട്. പക്ഷെ രസമായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് പുള്ളി എണീറ്റിരുന്ന് പാടുമ്പോൾ പിന്നെ പുള്ളി ഉണ്ടാവില്ലല്ലോ, നമ്മുടെ റിയാക്ഷൻസ് ആണല്ലോ എടുക്കുക. പാടു ആന്റണി പാടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു. എനിക്കറിയില്ല അവരത് ഓൾറെഡി ആ പാട്ട് തന്നെയാണോ പ്രിപ്പയർ ചെയ്തെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേറൊരു ചെറിയൊരു സീക്വൻസ് കൂടെ ആഡ് ചെയ്തിരുന്നു. അതിൽ ആൽവിൻ എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറായിട്ട് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ ഇങ്ങനെ ഗിറ്റാർ വായിക്കുന്നതൊക്കെ അവർ ആഡ് ചെയ്തിരുന്നു. പിന്നെ എഡിറ്റിംഗ് വന്നപ്പോൾ അത് പോയതാ. അപ്പൊ ആ ടൈമിലുള്ള പ്രിപ്പറേഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിന്റെ നമുക്കൊരു സീൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇത് ഇത്ര വൈറലാവും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരിലേക്ക് എത്തുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ മറ്റേ ഹാപ്പി വെഡിങ്ങിലെ സോഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഇത്രയും വൈറലാവാനുള്ള അത്രയും ഒരു എന്താ പറയാ അത്രയും കണ്ടന്റ് ഉള്ള ഒരു സീനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ അത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു മോഡലായിരുന്നു. അപ്പൊ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമയുടെ ഒരു സീൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതാണ് എനിക്ക് കുറച്ചുകൂടെ റെക്കഗ്നിഷൻ തന്നിട്ടുള്ള ഒരു മൂവി. ഈ ഉമർ ലുലു പടങ്ങളിൽ കൂടുതലായി വരാറുണ്ട്. കൃത്യമായിട്ടും ഒരു ചാൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ എന്ന നിലയിലാണ് ഉമർ ലുലു പടങ്ങളിൽ കൂടുതൽ? ഇല്ല, അങ്ങനെയില്ല. ഉമർ എന്റെ വളരെ നല്ല സുഹൃത്താണ്. പിന്നെ എല്ലാ സിനിമയിലും ഞാനില്ല. കാരണം ഇപ്പൊ ബാഡ് ബോയ്സ് ഇറങ്ങി അതിൽ ഞാനില്ല. പിന്നെ അതിന് മുമ്പ് പുള്ളി അരുണിനെ വെച്ചൊരു സിനിമ അതിലും ഞാനില്ല. സോ ചാൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കാമായിരിക്കാം. ലൈക്ക് എനിക്ക് വേണമെങ്കിൽ ഉമർക്ക് ഏതെങ്കിലും പടം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന് പറയാതിരിക്കാം. ഞാൻ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഹാപ്പി വെഡിങ്ങും ഇതുപോലെ മുംബൈ ടാക്സിയുടെ കൺട്രോളർ ആയിരുന്നു ഹാപ്പി വെഡിങ്ങിന്റെ കൺട്രോളർ. അങ്ങനെയാണ് ഹാപ്പി വെഡിങ് ചെയ്യുന്നത്. പിന്നെ ഹാപ്പി വെഡിങ്ങിന്റെ പ്രൊമോഷൻ സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെയധികം പ്രൊമോഷൻ ഇറങ്ങി. അപ്പൊ എന്റെ ആത്മാർത്ഥത കണ്ടിട്ടായിരിക്കണം എന്നെ ചാൻസിലേക്ക് എടുത്തത്. അതിലെനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന് പോയിട്ടുണ്ട്, ഞാൻ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവർക്ക് ഓക്കെ നമ്മളെ ഈ പറഞ്ഞ പോലെ അവരുടെ ഫസ്റ്റ് മൂവിയാണ് ഹാപ്പി വെഡിങ് അല്ലേ. അപ്പൊ ആ ടൈമിൽ അവരുടെ കൂടെ നിന്നുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ അവർ ചാൻസിലേക്ക് കാസ്റ്റ്. അങ്ങനെ തന്നെയാണ് ഉമർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു റോളോ ഫേവറോ ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു റോള് വരുമ്പോ എന്നെ കൺസിഡർ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യട്ടെ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ, ആ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ ഒരു ഇന്റർവ്യൂ, അതിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ നടിമാർക്ക് പലർക്കും ഈ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും സെറ്റിൽ സാധിക്കാൻ പറ്റാത്ത ഒരു പീരീഡ്സ് ആണെങ്കിൽ പോലും പാഡ് മാറ്റാൻ പോലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെന്ന്. പക്ഷെ എങ്കിൽ കൂടിയും ഈ കാര്യങ്ങളല്ലല്ലോ യഥാർത്ഥത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതൊരു വിവാദമാണ് എന്ന രീതിയിലേക്ക് പോകുന്നു. പക്ഷെ പറഞ്ഞു വെച്ചതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നു. ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, അത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ എനിക്ക് 1 year ആയി. ആ 1 year ഡിസ്റ്റൻസിൽ നമുക്കിത് ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തി. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. മേ ബി അന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ വളരെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വോയിസിന്, എൻ്റെ ശബ്ദത്തിന് ഇത്രേ പ്രാധാന്യം അന്ന് ഉണ്ടായിരുന്നിരിക്കുള്ളൂ. പക്ഷെ ഇന്ന് ആ കാര്യങ്ങൾ, അത് മാത്രമല്ല ഇങ്ങനത്തെ സെക്ടേഴ്സിലുള്ള ഇതേ രീതിയിലുള്ള പല കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ അന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കിപ്പം ജെൻഡർ വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അത്ര ഈസി അല്ല. ഇപ്പൊ രാവിലെ ഞാൻ എപ്പോഴും പറയാം 6 മണിക്ക് ഷൂട്ട് തുടങ്ങി 6 മണിക്കാണ് കഴിയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വാഷ്റൂം പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം നമ്മൾ എന്താ പറയുക യൂറിൻ പിടിച്ചു വെക്കുക എന്നുള്ളത് ഫിസിക്കലിയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതന്ന് എനിക്ക് പറയാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ കാര്യമല്ല ആൾക്കാർ കേട്ടത്. വേറെ രീതിയിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തു പോയി. ഞാൻ ഏതോ നടന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി.
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂല് നമ്മൾ ഇന്ന് പറയുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ബേസിക് എമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിപ്പോ അതിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചർച്ചകളും മാറ്റങ്ങളും വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങളും ഉണ്ടാവുന്നത് വളരെ നല്ലതായി. അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇടപെടാൻ തോന്നിയാൽ ഞാൻ ഇടപെടും. ഈ കാരവാന്റെ സീൻ പറയുമ്പോൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ ഇപ്പോൾ വലിയ നടിമാര് തന്നെ അവരുടെ കാരവാൻ യൂസ് ചെയ്യട്ടെയും ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്ന സ്ത്രീകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് തന്നെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഫീലല്ലേ അവിടെ വരുന്നത്? ഇല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് അല്ലേ. അവർക്ക് അവരുടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിന് അത്രയും വലിപ്പമില്ല എന്നുള്ളത് അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് അവരങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് അസൂയ ഉള്ളതുകൊണ്ടാന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്ക് ആ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിലായിരിക്കും പറയാം. ഇത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവരും ഒരു സ്ത്രീയാണ്. ഇപ്പൊ ഒരു സ്ത്രീയാണത് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്കിങ്ങനെ വന്നാൽ എനിക്ക് ഇതായിരിക്കും ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ആണ്, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഇപ്പോൾ താങ്കൾ ഇതേപോലെ സെയിം സിറ്റുവേഷനിൽ വരുമ്പോൾ ഞാൻ ഒരിക്കലും താങ്കളുടെ അടുത്ത് ആ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യില്ല. ഞാൻ ആലോചിക്കുക എനിക്കോ ഉണ്ടായി, നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ ഇട വരരുത് എന്നാണ് ചിന്തിക്കുക. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഞാൻ ഇതിലൂടെ കടന്നു എന്നാൽ പിന്നെ അവളും കൂടെ അത് അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റി പോലെ ഇരിക്കും അല്ലേ. അതുപോലെ ഒരിക്കൽ റൂം പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഒരു ബാറിലാണ് അന്ന് റൂം തന്നത്. അതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴും അത് മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നീട് അവർ മാറ്റി. അതായത് ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പിന്നെ ആ സിനിമയുടെ സെറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം സിനിമയുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഒരാൾ വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞില്ല. എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഈ സെറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാലോ. പക്ഷെ അവർ ചേഞ്ച് ചെയ്തു. അവർ റൂം വേറെ ഡിഫറെന്റ് റൂം തന്നു. അപ്പൊ നമ്മൾ ചോദിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ചോദിച്ചാലേ നമ്മൾക്കുള്ള ബേസിക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് വളരെ ശരിയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അവർ മാറി ചിന്തിച്ചു. അന്നത്തെ ഒരു അനുഭവം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കയറി പോകുമ്പോൾ പോലും അത്രയും സഫർ ചെയ്തിട്ടാണ് ആ റൂമിലേക്ക് കയറിപ്പോയതെന്ന്. ആ സമയത്ത് പോലും ഞാൻ ഇറങ്ങി ഓടുകയാണെന്ന് കൂടിയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടാണ് ഇറങ്ങി ഓടുന്നതെന്ന് പറയുന്നത്. അപ്പൊ പോലും ഇതൊരു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? ഇല്ല, അൺടിൽ ആൻഡ് അൺലെസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊരു വിഷയമോ അല്ലെങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും വലിയൊരു അപകടം പറ്റി ഞാൻ അത് വലിയ രീതിയിലേക്ക് ഒരു പ്രശ്നമായാൽ മാത്രമായിരിക്കും ചിലപ്പോൾ അതൊരു ചർച്ചയാവുക. പക്ഷേ ഒരു പരിധി വരെ നമ്മളുടെ സേഫ്റ്റി നമ്മളും കൂടെ നോക്കണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആസ് എ പേഴ്സൺ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ഒരു സെറ്റിൽ പോയ സമയത്ത് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇവർ ഇങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആള് വേറൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. എന്നാലും ഞാൻ എൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് റൂം വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ വേണ്ടത്, രീതി അങ്ങനെയല്ലല്ലോ വേണ്ടത്. ബിക്കോസ് ഞാൻ ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും കയറി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് എല്ലാ പഴികളും ഞാനാണ് കേൾക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ടു മാത്രമേ ആളുകൾ ചോദിക്കുള്ളൂ. പോകുമ്പോഴും മദ്യവെച്ച് നിൽക്കുന്നവരാണ് അവിടെ. അതായിരുന്നു അന്ന് ഞാൻ പോകുന്ന സമയത്ത്. സത്യം പറഞ്ഞ കല്യാണ വീട് പോലെയായിരുന്നു ബാർ. വെച്ചാൽ അങ്ങനത്തെ ഒരു ഹോട്ടലാണത്. എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ഹോട്ടലിൽ ബിസിനസ് വരുന്നത് ബാറുകാരനായിരിക്കും. അപ്പോൾ ചെയ്തു തരേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത് സിസ്റ്റമാണ്. ഇപ്പൊ നടി വിൻസി പറഞ്ഞിരുന്നു, അതായത് സിനിമയിൽ ഈഗോ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ പേരിൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു മനഃപൂർവ്വം ഒരു മാറ്റി നിർത്തലുകൾ, ഇപ്പൊ നോ പറയേണ്ട അടുത്ത് കൃത്യമായി നോ പറയുന്ന ആളാണ്. അപ്പോ ഇത്തരം ഒരു നോ പറയലൊക്കെ കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ലൈഫിൽ സിനിമ എന്ന് തന്നെ വിചാരിക്കണം എന്നില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് ആണെങ്കിലും എനിക്ക് നോ പറയേണ്ട സ്ഥലങ്ങളിൽ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷെ ഈഗോ പ്രശ്നം കാരണം അല്ലെങ്കിൽ ഈ നോ പറയുന്നത് കൊണ്ട് എൻ്റെ റോളുകൾ പോയി എന്ന് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്കുള്ള ഒരാളാണ് ഞാനെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് നഷ്ടമായ സിനിമകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. കാരണം പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അത് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ അല്ലാതെ കുറെ ആർട്ടിസ്റ്റുകളുടെ ഇന്റർവ്യൂസ് കണ്ടില്ലേ, അവര് പറയുന്നത് അവർക്ക് എഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാ. അപ്പൊ പിന്നെ അങ്ങനെ അവർ ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഒരു പവർ ഗ്രൂപ്പ് കാരണം എന്റെ റോള് പോയി എന്നുള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ എല്ലാ ഇതിലും പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നമ്മളെ ഓക്കെ ഇന്ന ആൾ ചെയ്ത ഓക്കെ ആണെന്നുള്ള രീതിയിൽ കോൺഫിഡൻസോട് കൂടെ കാസ്റ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പും ഇല്ല,
ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സും എനിക്കില്ല. എല്ലാം ഈ എന്താ പറയാ വളർച്ച ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുള്ളൂ. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളൂ. ഞാൻ ഈ സോഷ്യലൈസിങ് പരിപാടിയിൽ നെറ്റ്വർക്കിങ്ങിൽ വളരെ മോശമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആളുകൾ സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയുന്നത് സിനിമ കഴിഞ്ഞു എന്ന്. അപ്പൊ നമ്മൾ കാസ്റ്റിങ്ങിന്റെ മുമ്പേ അല്ലേ നമ്മൾ ചാൻസ് ചോദിക്കേണ്ടത്. അപ്പോഴേക്കൊക്കെ സിനിമയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നെറ്റ്വർക്കിംഗും കൂടെ മോശമായതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ആൾക്കാർ എന്റെ ജോലി മുടക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മുടക്കാൻ വേണ്ടി നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പുച്ഛത്തോടെ പറഞ്ഞിട്ടുണ്ട്, മെറിയ അവളാണോ ലീഡ് ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന് പുച്ഛത്തോടെ ചോദിച്ചത് കേട്ടിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഞാനത് കേട്ടത് വേറൊരാളിൽ നിന്നാണ്. അതായത് എനിക്ക് കുറച്ച് ഞാനൊരു എന്താ പറയാ ബ്രദർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാദർലി ഫിഗർ ആയിട്ടുള്ള ഒരു ആള് പറഞ്ഞു, ഒരു കൺട്രോളർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് നമുക്കത് പറയാനും പറ്റില്ല. അദ്ദേഹം അങ്ങനെ എൻ്റെ ഒരു വർക്ക് മുടക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് പുള്ളിക്ക് എന്താ എന്നോട് പ്രശ്നം എന്നുള്ളത് പുള്ളിയല്ലേ പറയേണ്ടത്. ഞാൻ ആ വ്യക്തിയായിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ആ വ്യക്തിയായിട്ട് എപ്പോഴും കാണുമ്പോൾ ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കത് വിഷമായി. അങ്ങനെ ഒരു പുള്ളി ഒരു സ്ഥലത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയി നടക്കുന്നു പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്നോട് എന്തോ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ എന്നെ കാണാൻ പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഹായ് പറഞ്ഞ മോഡ് ചിലപ്പോൾ പുള്ളിക്ക് ഓക്കെ ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. ആ സമയത്ത് തന്നെ ആളുകൾ കൂടുതൽ നടിമാര് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ അത് ഓരോ തവണകളിലായി പല സിനിമകളിൽ നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നു. അങ്ങനെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിനിമകളുടെ പേരും പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിന് സത്യത്തിൽ എന്നെ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കളത്തരാവും. കാരണം അൺടിൽ ആൻഡ് അൺലെസ് ഞാനൊരു സ്റ്റാർ കിഡോ എനിക്ക് സിനിമയിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വാസ്തവം ഉണ്ടാവും. പക്ഷെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മള് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, അല്ലാതുള്ള ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഒരു സ്പേസിൽ ഇരിക്കാൻ വാല്യൂ ഉള്ള ഒരാളല്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കുക. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് അവരുടെ അസിസ്റ്റൻസ് നമ്മളോട് സംസാരിക്കുമ്പോൾ അസിസ്റ്റൻസിന് ചീത്ത പറയാ, ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഇൻസൾട്ട് ആണല്ലോ. ഇങ്ങനെയൊക്കെ ആൾക്കാർ പെരുമാറിയിട്ടുണ്ട്. പിന്നെ മോശമായിട്ട് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് ബേസിക്കലി ഞാൻ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്ന സിനിമയിലുള്ള ആളുകളില്ലേ, അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം. ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയാ, നമ്മളൊരാൾക്കൊരു സ്ഥാനം കൊടുത്തിട്ട് അയാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോഴേക്കും നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാവും അത് ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം ഈ ഏട്ടൻ ഫിഗറൊക്കെ കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, നമ്മൾ ഓക്കെ ഇതെന്റെ ഏട്ടനെ പോലുള്ള ഒരാളാണ്, ഇയാൾ ഒരിക്കലും എൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറില്ല എന്ന് വിചാരിക്കുന്ന രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ നോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. ടു ബി വെരി ഫ്രാങ്ക് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല, എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ ഞാൻ പരാതിക്കാരിയാവും, ലൈക് പ്രശ്നക്കാരിയാവും. ചിലപ്പോൾ എന്നെ സ്ലട്ട് ഷെയിം ചെയ്യും ആൾക്കാർ, എന്റെ മോറൽ സൈഡൊക്കെ പറയും. ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അതിലും ഭേദം ഞാൻ ഡീൽ ചെയ്യുന്നല്ലേ എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാനത് ഓക്കെ ബ്രോ. ഇൻസൾട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, അത് ജെൻഡർ വൈസ് എനിക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് ആണുങ്ങൾ മാത്രമേ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളുടെ അടുത്തുനിന്നും ഞാൻ വളരെ വേഴ്സ് എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ കൺസിഡർ ഇറ്റ് ലൈക്ക് ഒന്നെങ്കിൽ അവരുടെ ഇൻസെക്യൂർ പ്രശ്നമായിരിക്കും. അതായത് അവരുടെ ക്രാഫ്റ്റ് എന്ന് പറയില്ലേ, നമ്മളുടെ കഴിവിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഒരാളെ നമ്മൾ വെറുപ്പിക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർക്ക് തന്നെ അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കുറവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഞാൻ അനുഭവിച്ചിട്ട് വന്നല്ലേ, അപ്പൊ ഇവളും അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ആണുങ്ങളെന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല, അത് കോമൺ ആണ്. അപ്പം ഇത് ഒരാളുടെ ജാതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾ വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പണം, അതൊക്കെ നോക്കി അവരെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് റോള് കൊടുക്കുക, ഈ ഒരു രീതി സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലേ? ഇല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല. ഞാനൊരു ബിലോ പോവർട്ടി ലൈനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെറ്റർ ലൈഫ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് സിനിമ ഇല്ല അല്ലെങ്കിൽ സിനിമ തരില്ല ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ 35-40 പടമായി ചെയ്യുന്നു. സ്റ്റിൽ ഐ എം വർക്കിംഗ്. അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നത് അത് ഇതിന്റെ ഒരു ബേസിൽ ഉണ്ടാവും ഫീൽ ചെയ്യുന്നില്ലേ? ഫേവറിസം എല്ലായിടത്തും ഉണ്ടല്ലോ. ഫേവറിസം ഓബ്വിയസ്ലി ഉണ്ട്.
അത് വളരെ കോമൺ ആണ്, അത് ഏത് ഫീൽഡിലാണെങ്കിലും. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ സാധാരണ കുട്ടികൾക്ക് ഒരു മുട്ടായി കൊടുത്താൽ എൻ്റെ ഫ്രണ്ടിന് കാണുമ്പോൾ ഞാൻ 2 മുട്ടായി കൊടുക്കും. അതാണ് ഫേവറിസം. ബിക്കോസ് ആ പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ്, അയാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യോ അല്ലെങ്കിൽ അയാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ കൊടുക്കും. അപ്പം ഞാനൊരു ഗ്രൂപ്പിലില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെയും അങ്ങനെ ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്ഥിരമായിട്ട് വർക്ക് തരുന്ന കുറച്ച് കൺട്രോൾ ചേട്ടന്മാരും ഫ്രണ്ട്സ് അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫേവറേറ്റ് ആവുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു 35-40 പടം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അവർ എക്സ്ട്രാ ഒരു മുട്ടായി തരുന്നതുകൊണ്ടായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വർക്ക് കിട്ടാതിരിക്കുക എന്നുള്ളത്. ഫേവറിസം ഉണ്ട് ഒബ്വിയസ്ലി. ഈ നോകളാണോ ഫേവറിസത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ നോ പറയുന്നതുകൊണ്ടാണ് ഫേവറേറ്റ് ആവാതെ പോകുന്നത്? നോ പറയുന്നതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നത്. നോ പറയുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നോ പറയുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നോ പറയാതെ വേറൊരു ലെവലിൽ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പ്ലോയിറ്റഡ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ഒരു 3 വർഷം 4 വർഷം ഈ ട്രോമ കൊണ്ടുപോയി 4ാമത്തെ വർഷം നമുക്ക് തോന്നാം ഇത് നമുക്കിപ്പോൾ ഇന്ന് വിളിച്ചു പറയാമെന്ന്. പിന്നെ എന്താണ് അവിടെ ഒരു വാല്യൂ ഉള്ളത്? ഇത്രയും ആളുകൾ പറയും 4 വർഷം നിങ്ങളത് എൻജോയ് ചെയ്തില്ലേ എന്ന് ചോദിക്കും. അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം പോലും ആൾക്കാർ കൺസിഡർ ചെയ്യില്ല. അപ്പം അങ്ങനെ ഞാൻ പറയണെങ്കിൽ നോ പറയണതാണ് ഏറ്റവും ബെസ്റ്റ്. നോ പറഞ്ഞിട്ട് വർക്ക് പോവാണെങ്കിൽ പോട്ടെ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനുള്ള കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് സേഫായിട്ട് വെക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്ത് ജോലി, അതായത് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി, നല്ലൊരു ജോലി നമുക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ തുറന്നു പറഞ്ഞ നടിമാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഇത്രയും കാലം നിങ്ങൾ എവിടെ പോയി എന്നുള്ള ചോദ്യം അവരും ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ? ചെയ്യുന്നുണ്ടാവും. കാരണം ഞാൻ വിവേകാനന്ദൻ വയറിലാണ് ആ മൂവിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഓൺലൈൻ പ്രശ്നങ്ങളായിരുന്നു. ലൈക്ക് ഓൺലൈനിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് എന്തോ വന്നത് വേറെന്തോ. ഞാൻ പറഞ്ഞത് ബേസിക് കാര്യാ. ഞാൻ ചോദിച്ചത് കാറാ, BMW അല്ല. അപ്പൊ കാർ തരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യം ഞാൻ ചോദിച്ചത്. അപ്പൊ ഒരാളും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല, ഒരാളും അതിനെ പറ്റിയിട്ട്. കാരണം ഏതെങ്കിലും ഒരു വലിയ നടിയോ നടനോ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ അത് കൺസിഡർ ചെയ്തേനെ. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ ആരും സംസാരിക്കാത്തതെന്ന്. കാരണം ഞാൻ ഈ ഒരു ഗ്രൂപ്പിലും ഇല്ല, അമ്മയിലില്ല, WCCയിലില്ല, വേറെ ഒരു യൂണിയനിലും ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, എന്നെ പോലുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മീഡിയ ഫ്രണ്ട്സിനെ വിളിച്ച് സപ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. മീഡിയയിലുള്ള ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ കൂടെയുള്ള കൊളീഗ്സോ അല്ലെങ്കിൽ ഈ സിസ്റ്റമാണ് മൊത്തത്തിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ സിസ്റ്റം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങ് സെറ്റ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ എനിക്കും നമ്മളങ്ങനെ ചിന്തിക്കില്ലേ, ഇനിയിപ്പം എനിക്ക് മാത്രമേ ഇതിലൊരു വലിയ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് ഓക്കെ ആയിരിക്കും എന്ന്. ബട്ട് ഇന്ന് കൺസിഡറിങ് ഇന്നത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു നല്ല മാറ്റങ്ങൾ, വലിയൊരു മാറ്റങ്ങൾ തന്നെ വരുന്നുണ്ട്. മാറ്റങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ അവർ പറയുന്നത് ഈ മോശമായ പെരുമാറ്റം അല്ലെങ്കിൽ പീഡന ശ്രമങ്ങൾ മാത്രമല്ല, അവർ പറയുന്നതിൽ വേതനത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൊടുക്കേണ്ട, സെറ്റിൽ കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല. ഇപ്പൊ ഫസ്റ്റ് വേതനം തന്നെ ചിലർ പറയുന്നുണ്ട് എത്രയാണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. അതെ, അതൊരു സിസ്റ്റം ഒന്നും ഇല്ല ആക്ച്വലി. നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഗ്രാഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു 1 lakh വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ആ എമൗണ്ടിൽ തന്നെ പോകും. പിന്നെ നമുക്കൊരു നല്ല മൂവി കിട്ടി നമുക്കൊരു ബൂം വന്നാൽ മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചില പടങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ പിന്നെ അത് അന്വേഷിക്കില്ല. കാരണം ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലല്ലല്ലോ പോകുന്നത്. നമ്മുടെ വേതനം തന്നെ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ല, അങ്ങനെയില്ല, ഇപ്പൊ അങ്ങനെയല്ല. അതായത് നമ്മള് പടം തുടങ്ങുന്നതിന് മുമ്പ് ഇത്ര എമൗണ്ട് വേണം എന്ന് നമ്മൾ പറയുമല്ലോ, അതിലായിരിക്കും പ്രൊജക്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഇത് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. ആ കഴിവ് നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. എത്ര ഭംഗിയായിട്ട് നമുക്ക്, കാരണം നമ്മളെ അടുത്ത് ലീഗലി ഒരു സാധനവും ഇല്ല, ചിലപ്പോൾ കോൺട്രാക്ട് പോലും ഇല്ലാത്ത വർക്ക് ആയിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഡബ്ബിങ് വരെ ഒരു എമൗണ്ട് വെക്കും, ഇത്ര % ഡബ്ബിങ്ങിന് ശേഷം. അപ്പോൾ നമ്മൾ ഡബ്ബിങ്ങിന് മുമ്പ് ബാക്കിയുള്ള എമൗണ്ട് ഡബ്ബിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഡബ്ബിങ് ചെയ്ത് കൊടുക്കുള്ളൂ എന്ന് പറയും. അതിപ്പോൾ നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ ഈവൻ വേറെ ഏത് അസോസിയേഷൻ വിളിച്ചാലും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർ പിന്നെ ഒന്നും പറയില്ല. അദ്ദേഹത്തിന്റെ പേയ്മെന്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളൂ, എന്നിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി എന്ന് പറയും. മിക്ക പടങ്ങളും നമുക്ക് അങ്ങനെയാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്. ആ ഇന്റർവ്യൂവിന് ശേഷം ഷൈൻ ടോമുമായുള്ള ഒരു പ്രശ്നം എന്ന നിലയിലാണ് ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഷൈൻ ടോമുമായുള്ള പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റപ്പെടുകയാണെന്ന് ഫീൽ ചെയ്തോ? ഇല്ലെന്നേ, എനിക്കറിയില്ല. ലൈക്ക് ഷൈൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഷൈന ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്താ സംഭവം ഷൈന് മനസ്സിലായില്ല. ഷൈൻ വേറെ എന്തോ, കാരണം ഷൈൻ്റെ പ്രശ്നം എത്ര ഉണ്ടായിരുന്നുള്ളൂ. വിവേകാനന്ദൻ വയറിലാണെന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഷൈന് നമുക്ക് വേണ്ടി ക്യാരവൻ വേണമെന്ന് പറഞ്ഞിരുന്നു ഇത്ര.
അപ്പൊ ഞാൻ ഈ ക്യാരവൻ എന്ന് മെൻഷൻ ചെയ്തപ്പോൾ ഷൈന് സങ്കടമായത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്യാരവൻ വേണമെന്ന് ഞാൻ വരെ പറഞ്ഞില്ലേ, അതായത് കാരണം പുള്ളിക്ക് പുള്ളിയുടെ പേഴ്സണൽ കാര്യം നോക്കി നടന്നാൽ മതിയല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരെ പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നടന്മാരെന്ന് പറയുമ്പോൾ അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. ഞാൻ പറഞ്ഞത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഷൈനുമായിട്ട് ഭയങ്കര അടി പ്രശ്നം അങ്ങനത്തെ രീതിയിലായി. ഞാനിപ്പോൾ അതിനെന്താ പറയാ, ഞങ്ങൾ തമ്മിൽ പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഷൈൻ ഇച്ചിരി സംസാരിക്കുമ്പോൾ ഫോക്കസ് കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, എവിടെ ഒരു നന്മയുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപിടിയൊക്കെ ഉണ്ടാക്കാൻ ഫ്രീഡം ഉള്ള ഒരാളാണ്. സെറ്റ് എന്നാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ അടി ഉണ്ടാക്കുന്ന പോലെ ഞങ്ങൾ അടി ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരാളൊന്നും അല്ല. നല്ലോണം അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം പിന്നീട് ഇപ്പം ഈ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അടി ഞങ്ങളുടെ ഇടയിലുണ്ടെന്നാ. ഞങ്ങളുടെ ഇടയിൽ സീരിയസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വൈസ് അടിയില്ല, പറഞ്ഞ കണ്ടന്റിനോടുള്ള പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആസ് എ ഫീമെയിൽ താങ്കൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. നമുക്ക് ബാത്റൂം പോകാൻ പറ്റാതിരിക്കുക, അല്ലെ പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ആൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. ആളുടെ സിസ്റ്റർ എന്നെ വിളിച്ച് കുറെ സോറി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ കുട്ടിക്ക് മനസ്സിലായി അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. സോറി ചേട്ടനത് അങ്ങനെ പറ്റിപ്പോയതാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് ആ ലേഡിയുടെ. അവര് പുറത്തെവിടെയോ ആണ്. പിന്നീട് ഇപ്പൊ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ മസ്റ്റ് അത് മാറണം, ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സെറ്റിൽ ഫീൽ ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഈ സെറ്റില് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതിപ്പോഴും വേണ്ടതാണ് എന്ന് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ബേസിക് കമ്മ്യൂണിറ്റീസ് നമുക്ക് വേണമല്ലോ. അതായത് നമുക്ക് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റണം, പിന്നെ നമുക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റണം. കാരണം 10-15 ദിവസം നമ്മളൊരു സെറ്റിൽ പോയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ 15 ദിവസം നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ്, നമ്മളുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കണം. നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു, അപ്പം താങ്കൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം സേഫ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ആളുകൾ ചോദിക്കാനുണ്ടാവും, അല്ലെങ്കിൽ താങ്കൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ബേസിക്കലി സേഫായിട്ട് ട്രാവൽ ചെയ്യുക, സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വാഷ്റൂം, സ്ത്രീകളാകുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ്, വാഷ്റൂം എല്ലാം കൂടെ ഒരു റൂമായാലും മതി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വീട് തന്നാലും. പിന്നെ ഈ ക്യാരവനിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ഇതല്ലേ. ഇപ്പൊ എനിക്കൊരു ക്യാരവൻ തന്നിട്ട് വേറൊരാള് ഒരു ലേഡി വന്നിട്ട് ഒന്ന് വാഷ്റൂം പോക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് പൊക്കോന്ന് പറയും. പക്ഷെ ഞാൻ പറയും, വിവേകാനന്ദൻ വയറിലാണ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്വാസികയുടെ 3 അസിസ്റ്റൻസ്, എൻ്റെ ഒരു അസിസ്റ്റന്റ്, അപ്പൊ എത്ര പേരായി? 5-6 പേരായില്ലേ. മൊത്തം 6 പേരും. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമിന്റെ ചേച്ചിയുണ്ട്, പ്രിയ ചേച്ചി, ഇവരെല്ലാവരും നമ്മുടെ ക്യാരവനിൽ വന്നിരിക്കുമായിരുന്നു. ഇരിക്കുകയും ചെയ്യും, അവർ യൂസും ചെയ്യും, വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യും. ഞങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് ഈ ക്യാരവാൻ അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഒന്നും അല്ലല്ലോ, അത് ബേസിക് കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കൊക്കെ അങ്ങനെ ഒരു ഫെസിലിറ്റി തന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യും. പിന്നെ ബാക്കിയുള്ളവർ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോ പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് വരുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. വലിയൊരു മമ്മൂക്ക ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്. മമ്മൂക്കയോട് ഇത്ര ഒരു ആരാധനയ്ക്കുള്ള കാരണം എന്താ? എനിക്കറിയില്ല. എനിക്ക് പുള്ളി ഭയങ്കര നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളീനെ തന്നെ ക്രാഫ്റ്റ് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് മെത്തേഡ് ആക്ടിങ്ങും ടെക്നിക്കൽ ആക്ടിങ്ങും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ മുമ്പ് എൻ്റെ ഗിറ്റാറിന്റെ മാഷ് ഉണ്ടായിരുന്നു. അപ്പം ഈ വടക്കൻ വീരഗാഥയാണ് മമ്മൂക്ക ഉള്ളത്, ഏതൊരു സിനിമയുടെ ഒരു കാര്യം പറയുന്നത്. അപ്പം ആ സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗിറ്റാർ മാഷ് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മൂക്ക അതായത് ആക്ടിങ് ചെയ്ത് മോൾഡായി ബെറ്ററായി വന്നൊരു പേഴ്സൺ ആണെന്ന്. ട്രെയിനിങ് പോലെ അങ്ങനെ ബെറ്റർ ആയതാണെന്ന്. കാരണം ആ സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ സിനിമ കണ്ടു നോക്കിയാൽ മമ്മൂക്കയുടെ ഒരു കൈ എപ്പോഴും വാളിന്റെ മുകളിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു വാള് വെച്ചിട്ടുണ്ടാവും. കാരണം പുള്ളിക്ക് ഈ കൈ എങ്ങനെ യൂസ് ചെയ്യണം ആ സമയത്ത് വലിയ ഐഡിയ ഇല്ല. എൻ്റെ അടുത്ത് ആ പുള്ളി പറഞ്ഞതാണ്. പിന്നീട് പുള്ളി ബെറ്ററായി. അപ്പം പുള്ളി അത്രയും പുള്ളിയുടെ മുകളിൽ ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി അത്രയും പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു റെസ്പെക്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ വ്യക്തിനോട് ഇത്ര ഇഷ്ടം. ഒരു ഫാം മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ അമ്മയുടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ മമ്മൂക്ക ഇങ്ങനെ ഓപ്പോസിറ്റ് പോയി, പുള്ളി ഫോണിലാണ്, ഞാനും പുള്ളി ഇങ്ങനെ 2 മിനിറ്റ് സ്റ്റക്കായി. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിലും കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പൊ മണ്ടത്തരൊന്നും പറയണ്ട വെച്ചിട്ട് ഞാൻ 2 മിനിറ്റ് പുള്ളിയെ നോക്കി, പുള്ളി എന്നെ നോക്കിയിട്ട് എന്താന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഒന്നുമില്ലാന്ന്. അതിന്റെ തലേ ദിവസം ഞാൻ പുള്ളിനെ കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റിൽ പോയിട്ട് ഇവിടെ കാക്കനാട്. അന്ന് പുള്ളി ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയിൽ ഇങ്ങനെ വന്നിട്ട് എടുത്ത് പറഞ്ഞു, കാണാൻ വരുമ്പോ ഇങ്ങനെയാണോ വരുന്നത്, എന്തെങ്കിലുമൊക്കെ വാങ്ങി വന്നൂടെ എന്ന്. ഞാൻ വെറും കൈയോടെയാണ് പോയത്.
അപ്പൊ വേറെ ആരും വന്ന് പുള്ളിക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ പുള്ളി അതിങ്ങനെ തമാശ രൂപേണ പറഞ്ഞ് ഫോട്ടോ എടുത്തതാ. നെക്സ്റ്റ് ഡേ അമ്മയുടെ അവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പൊ പൊതുവില് കുറെ നടന്മാർക്കെതിരെ ഇങ്ങനെ അലിഗേഷൻ വരുമ്പോൾ ആളുകൾ പറയുന്ന ഒരു സാധനം ഈ മലയാള സിനിമ സേഫ് ആണോ എന്നുള്ള ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ശരിക്കും മലയാള സിനിമ സേഫ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ? മലയാള സിനിമ സേഫ് അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ. വേറെ ഏത് ഇൻഡസ്ട്രി ഉണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? സംസാരിച്ചാൽ തന്നെ ഇത്രയും വിഷയമാവുന്ന ഏത് ഇൻഡസ്ട്രി ഉണ്ട്? മലയാളം ഇൻഡസ്ട്രി സേഫ് ആണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പാക്കണം. അത് ഇൻഡസ്ട്രി വൈസ് മാത്രമല്ല, പേഴ്സണലി ആസ് എ പേഴ്സൺ. ഇപ്പൊ ഞാനൊരു സ്പേസിൽ പോവുകയാണെങ്കിൽ അവിടെ സേഫ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഞാനാ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. ഇപ്പോൾ എന്നെ ഒരാൾ കയറി പിടിച്ചു, അത് സാധാരണ ഒരാൾ കയറി പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ അടിക്കും. പക്ഷെ ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാൾ കയറി പിടിച്ചാൽ ചിലപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ അച്ഛൻ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ അവിടെ ഒരു ഇമോഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് എന്നെ ഒരാൾ കയറി പിടിക്കാൻ വന്നപ്പോൾ ഞാൻ സ്റ്റക്കായി. പക്ഷെ പിന്നീട് അയാൾ അഗെയിൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അതൊരു വിഷയമാക്കിയിട്ടുണ്ട്. അപ്പം വിഷയമാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ വിഷയമാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ലൈക്ക് പിന്നെ ആളുകളുടെ കപ്പാസിറ്റി നമുക്ക് അറിയില്ല. ചിലപ്പോൾ എൻ്റെ അത്രയും വിൽ പവർ വേറൊരു കുട്ടിക്ക് ഉണ്ടാവില്ല. ആദ്യമായി സിനിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് ശരിയാണോ ഇത് ശരിയല്ലേ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. പിന്നെ കോഴിക്കോട് കണ്ണൂരേക്ക് വന്നപ്പോ കോഴിക്കോട് കൊച്ചിയിലേക്ക് വന്നപ്പോ കോഴിക്കോട് നെറ്റമ്പലത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ? അമ്മനെ മിസ് ചെയ്യും ഒബ്വിയസ്ലി. അതിപ്പോ ഇടയ്ക്ക് കോഴിക്കോട് പോകുന്നോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണമൊക്കെയാണ് ബിരിയാണി. കോഴിക്കോടൻ ബിരിയാണി ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൂര് നേരത്തെ കണ്ണൂരായോണ്ടിരിക്കില്ല. പെട്ടെന്ന് കണ്ണൂർ എന്താ മിസ് ചെയ്യുന്നത്? കണ്ണൂർ തന്നെ ഫുഡാണ് മെയിൻ. ഫുഡ്. അതെ, കല്ലുമ്മക്കായ. അതെ, അത് മിസ് ചെയ്യില്ലേ? ഇവിടേക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചർച്ച വേറെ രീതിയിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.